ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം വഴിമുട്ടി. അന്വേഷണം ആരംഭിച്ച 2 ആഴ്ചയ്ക്ക് ശേഷവും ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിനെതിരായ ഇ.ഡി. കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വീണ്ടും വിജിലൻസ് ഇ.ഡിക്ക് കത്തയച്ചിരിക്കുകയാണ്. ECIR വിവരങ്ങളും പ്രതികൾക്ക് നൽകിയ സമൻസിന്റെ വിവരങ്ങളും കൈമാറണമെന്നാണ് ആവശ്യം. അനീഷ് ബാബുവിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ തേടി നേരത്തെയും വിജിലൻസ് ഇ.ഡിക്ക് കത്തയച്ചിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. ഇതിനുശേഷം കേസിൽ തുടർ നടപടിയെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കൈക്കൂലി ആരോപണത്തിൽ ഇ.ഡി. ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇ.ഡി. അന്വേഷിക്കുന്ന കേസിന്റെ വിവരങ്ങൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നതിനോട് അന്വേഷണ സംഘം അനുകൂലമല്ല. നേരത്തെ മറ്റു ചില കേസുകളിൽ ക്രൈംബ്രാഞ്ചിന് ഇ.ഡി. കൈമാറിയ രേഖകൾ തിരികെ നൽകുന്നത് വൈകിച്ചിരുന്നു. കരുവന്നൂർ കേസിലടക്കം ഇ.ഡിയും ക്രൈംബ്രാഞ്ചും നിയമയുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെന്ന പേരിൽ കൈക്കൂലി പണം വാങ്ങാനെത്തിയ വിൽസൺ, മറ്റൊരു കണ്ണി മുകേഷ്, മുഖ്യ ആസൂത്രകനായി കരുതുന്ന രഞ്ജിത്ത് വാര്യർ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. ഇവർക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ളതായി വിജിലൻസിന് കണ്ടെത്താനായിട്ടില്ല. ജനം, കൊച്ചി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തലച്ചോറിലേക്കുള്ള ഞരമ്പിന് ക്ഷതമേറ്റതാണ് ആരോഗ്യനില വഷളാക്കിയത്. ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ യാതൊരുവിധ മാറ്റവുമില്ല. പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചതായി ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തലച്ചോറിനേറ്റ ക്ഷതങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കാൻ ഇടവിട്ടുള്ള MRI സ്കാനിങ്ങിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടനില തരണം ചെയ്തെന്ന് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല എന്നും ഡോക്ടർമാർ അറിയിച്ചു. തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നതിനിടെ തലക്കേറ്റ ക്ഷതം ഗുരുതരമാണ്. ദീർഘനാളത്തെ ചികിത്സ വേണ്ടിവരുമെന്നും ഡോക്ടർ പറയുന്നു. 2ാം വട്ടമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ സുരക്ഷാ ബ്ലോക്കായ U2B ബ്ലോക്കിലെ സെല്ലിലാണ് ഒരു തടവുകാരനൊപ്പം അഫാനെ പാർപ്പിച്ചിരുന്നത്. പ്രത്യേക നിരീക്ഷണം വേണ്ട 7 തടവുകാരാണ് ഈ ബ്ലോക്കിലുള്ളത്. നേരത്തെ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയ സാഹചര്യത്തിലാണ് സെല്ലിൽ ഒരു തടവുകാരനെ കൂടി പാർപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11:30യോടുകൂടി ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ വിളിക്കുവാൻ വേണ്ടി പോയി. മറ്റ് തടവുകാർ വരാന്തയിൽ TV കാണാനിറങ്ങി. ഈ സമയത്താണ് അഫാൻ ശുചിമുറിയിലെത്തി ആത്മഹത്യാശ്രമം നടത്തിയത്. ജനം, തിരുവനന്തപുരം.
ാണ് തത്സമയത്തിലേക്ക് വീണ്ടും. ഒരു ഷർട്ട് മുണ്ട് അലക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. അത് കോടികൾ PV അൻവറിൻ്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാണ്. അപ്പം ആയതല്ല. അപ്പോൾ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും സാധനം കൊടുക്കാമല്ലോ, കൊടുത്തൂടെ? ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലും ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യ ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരുടെ പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കുക. ഏതായാലും ആകെ കട. ഇപ്പോൾ ഈ രാവിലെ ഈ വാതിൽ തുറക്കാൻ പേടി. എനിക്കറിയാങ്ങൾ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ PV അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. അറിയങ്ങൾ ഇവരുണ്ടാക്കിയ കേസ്, ഒരു മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത പടച്ചോനറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പം എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പം ഞാൻ ഈ ജനങ്ങളോട് ഇപ്പം എന്താ പറഞ്ഞാൽ, അൻവറിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നതാണ്. ഞാൻ ഓലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊടുക്കാൻ നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാണ്. അപ്പം മത്സരിക്കണം ഇതിനെ പോരാടണമെന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞാൽ, അൻവറാക്ക ഞാനൊരു 25,000 റുപ്യ ഉണ്ടായിത്തരാം, ഞാൻ 50,000 ഉണ്ടായിത്തരാം, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് 2 ലക്ഷം ഉണ്ടായിത്തരാം. ആരാ ഈ പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാം. നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്, ഈ വാർഡിലെ കാര്യം ഞങ്ങളേറ്റ്, നിങ്ങളിങ്ങോട്ട് വരും വേണ്ട, പൈസയും തരണ്ട. മനസ്സിലായോ? അപ്പോൾ അതുപോലെ അറിയാം. ആർക്കറിയാം? 2 കൂട്ടർക്കും അറിയാം. അൻവറിൻ്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തള്ളുകയാണ്. ഇവൻ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഇവർക്കറിയാം. അത് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായനാണ്. ഈ 2 കൂട്ടരുടെയും കരാളഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയുമല്ലോ. എന്നാലും ജീവനാണ് ഇപ്പോൾ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. മനസ്സിലായോ? എൻ്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികളാണ്. അപ്പം ടാപ്പിൻ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അൻവറാക്ക 3 ബൂത്തിൻ്റെ കാര്യം ഞങ്ങളേറ്റ്. ഞങ്ങളെ കൂട്ടത്തിലെ 4 എണ്ണത്തിനെ പുലി കടിച്ചു എന്ന്, ആന ചവിട്ടിക്കൊന്ന്. ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും, ഓല് പോയിക്കോട്ടെ, ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗതി. ഞാൻ എന്ത് ചെയ്യും? 100%. VD സതീശൻ മാത്രമല്ല, ആ VD സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. PV അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി PV അൻവറിൻ്റെ രാഷ്ട്രീയം ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ വിവരം കിട്ടിയ കേരളത്തിൽ ജനങ്ങളോട് ഞാൻ പറയും. ഞാനിനിയില്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളിനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷേ എനിക്ക് ശേഷിയില്ല. അതുപോലെ തീരുമാനിച്ചോട്ടെ. എൻ്റെ പ്രശ്നമല്ലല്ലോ. താങ്കളുടെ പ്രശ്നം ഇപ്പോൾ അതാണ്. ഈ വോട്ട് എന്താവുന്നില്ലേ? ഞാനീ പറഞ്ഞില്ലേ, പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ വീട്ടിലിരിക്കും. ഈ കൊലയിലുണ്ടാവും ഞാൻ, അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണോലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയുക, അവരല്ലേ അന്നും ഇന്നും എൻ്റെ കൂടെ ഉള്ളൂ. ഓലെടുത്ത് എവിടെയാണ് പണം? ഒരു ജീവിതത്തിൽ 2 അറ്റം മുട്ടിക്കാണ്. ഇപ്പോൾ സകല നാട്ടിലും പനിയായി, മഴ തുടങ്ങിയിട്ട്.
ഓൽക്കൊരു പാരാസെറ്റമോൾ വാങ്ങാൻ ശേഷിയില്ലാക്കുക. എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോകാലോ. ഞാൻ ഒരു പൈസ ഈ ഗവൺമെൻറ്റിൽ നിന്ന് 9 കൊല്ലത്തിലേക്ക് വാങ്ങിയിട്ടില്ല. ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ PV അൻവർ വാങ്ങിയിട്ടില്ല. എനിക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വിമാനവും കപ്പലും എന്താ പറയുക കോർപ്പറേറ്റുകളുമുള്ള MP-മാരും MLA മാരൊക്കെ നാട്ടിലുണ്ടല്ലോ. ഓലൊക്കെ ചികിത്സയ്ക്ക് അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട്. അവിടെ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകും. ഇപ്പം ഞാൻ ബേബി പോയി കിടന്നില്ലേ ഒരാഴ്ച മുമ്പ്, നിങ്ങൾക്കറിയാലോ. 77,000 റുപ്യ ഞാൻ ബില്ലടിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ റീഇംബേഴ്സ്മെൻറ്റിന് ഇന്ന് വരെ വെല്ലുവിളിക്കുക വല്ല കൊണ്ടിട്ട കണക്കുണ്ടോന്ന്. മറ്റോലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്കയിൽ പോയിട്ട് പരിശോധിക്കണം അല്ലേ. ആരാ പോണ്? വിമാനമുണ്ട്, ഓന് കപ്പലുണ്ട്, സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാം. അത് ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ടാണ്. അതെന്നെ വ്യത്യാസം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഏത് മുതലാളി എൻ്റെ കൂടെ? അതിന് വേറെ തന്തൊക്കെ എനിക്കണം, വേറെ തന്തൊക്കെ എനിക്കണം. മനസ്സിലായില്ലേ? ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ്. അത് ഇവിടെ നിൽക്കുകയാണ്. ആ പിണറായിസത്തോട് കൂട്ടിക്കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ല പോരാട്ടം ഇനി ഉണ്ടാവുക. മലയാളമല്ലേ മാഷ ഇവിടെ പറഞ്ഞു? നിങ്ങൾ ഈ ഫോണിൽ അയച്ചു വിട്ട ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുക. ഓക്കെ, ഇല്ലല്ല, അവസാനിച്ചു. എനിക്കിനി ഒന്നും പറയാനൊക്കെ പറഞ്ഞു. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കാനില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശേഷിയില്ല. സാധാരണക്കാരായ ജനതയാണ് തന്നോടൊപ്പം ഉള്ളത്, കടം വാങ്ങിയാണ് പലരെയും സഹായിക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണമാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. PV അൻവർ UDF-ലേക്കില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി എന്തു വന്നാലും UDF-ലേക്കില്ല എന്ന് തന്നെയാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം പകൽക്കുറി മാരാംകോട് ദേവീവിലാസം NSS കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് G മധുസൂദനൻ പിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. താലപ്പൊലി, മുത്തുക്കുട, പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ചടങ്ങിൽ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു. കരയോഗം പ്രസിഡന്റ് KRR നായരുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കരയോഗം സെക്രട്ടറി S അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. ഇടവേളയിലേക്ക്.
PV അൻവർ UDF-ലേക്കില്ല, നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്നാണ് അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നമുക്ക് വിവരങ്ങൾ തേടാൻ ശിവദാസ് കൻവനം ചേരുന്നുണ്ട്. ശിവദാസ്, എന്തൊക്കെ കാര്യങ്ങളാണ് PV അൻവർ പങ്കുവയ്ക്കുന്നത്? രോഹിണി, പ്രധാനമായും PV അൻവർ പറഞ്ഞത് UDF-ലേക്ക് ഇനി താനില്ല. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി UDF-ലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പല വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ചില സമുദായ നേതാക്കളും മുസ്ലിം ലീഗ് അടക്കമുള്ളവരും UDF പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ആരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ഇനി UDF-ലേക്ക് താനില്ല. ആര് ശ്രമിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, UDF പ്രവേശനം ഇനി തൻ്റെ മുന്നിൽ ഇല്ല എന്നാണ് PV അൻവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ VD സതീശനാണ്. VD സതീശൻ എന്ന ഒറ്റ വ്യക്തിയാണ് തൻ്റെ ഈ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും താൻ UDF-ലേക്കില്ല. പക്ഷേ പിണറായി സത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ ആണ് താൻ LDF-ൽ നിന്നും പുറത്തു വന്നത്. LDF-ൽ നിന്നും രാജിവെച്ച് വന്നത് പിണറായി സത്തിനെതിരായ പോരാട്ടത്തിന് വേണ്ടിയാണ്. അത് ഇനിയും താൻ തുടരും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നിലകൊണ്ടത്. അത് ഇനിയും തുടരും. അതിന് ആര് തടസ്സം നിന്നാലും തുടരും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ മത്സര രംഗത്തേക്കില്ല, നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്നും പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതി യോഗത്തിലുമെല്ലാം തന്നെ PV അൻവർ മത്സരിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ താൻ മത്സരിക്കില്ല എന്നാണ് PV അൻവർ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം തൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, കോടികൾ വേണം മത്സരിക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. ആ മത്സരിക്കാനുള്ള ഒരു പണം പോലും തൻ്റെ കയ്യിൽ ഇല്ല എന്ന് PV അൻവർ പറയുന്നു. തൻ്റെ പണമെല്ലാം തന്നെ കൂടുതൽ തനിക്ക് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വത്തുക്കളെല്ലാം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടിയും CPM-ൽ നിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടിയും മറ്റു ജനങ്ങൾക്ക് വേണ്ടിയുമെല്ലാം തന്നെ ചിലവാക്കി കഴിഞ്ഞു. ഒരു പൊതുപ്രവർത്തനത്തിന് വേണ്ടി തൻ്റെ കയ്യിലുള്ള പണമെല്ലാം തന്നെ ചിലവാക്കി കഴിഞ്ഞു. തൻ്റെ വസ്തുക്കളെല്ലാം തന്നെ അതിനുവേണ്ടി ചിലവാക്കി കഴിഞ്ഞു. തൻ്റെ എല്ലാം ഈ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കഴിഞ്ഞു. ഇപ്പോൾ താൻ വട്ടപൂജ്യമാണ്. ഇപ്പോൾ ജപ്തി ഭീഷണിക്ക് മുന്നിലാണ് പല സ്ഥാപനങ്ങളും നിൽക്കുന്നത്. തൻ്റെ പല ബിസിനസ് സ്ഥാപനങ്ങളും നിൽക്കുന്നത് ജപ്തി ഭീഷണിക്ക് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും തൻ്റെ കയ്യിലുള്ള, കോടികൾ വേണം മത്സര രംഗത്തേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും PV അൻവർ വൈകാരികമായി തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. താൻ ഇനിയും ഈ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് PV അൻവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും PV അൻവർ മത്സരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ UDF-ൽ പോകുന്നില്ല. LDF-ൽ നിന്നും വിട്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി PV അൻവറിൻ്റെ മുന്നിൽ എന്ത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിനുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രോഹിണി, ശിവദാസ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PV അൻവറിന്റെ പ്രതികരണം ആ രീതിയിൽ തന്നെയായിരുന്നു. തന്നെ അപമാനിതനാക്കി ദയാവധത്തിനായി വിട്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള പ്രസ്താവനകൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് UDF-ലേക്കില്ല, മുന്നണി പ്രവേശനം തടഞ്ഞത് VD സതീശൻ തന്നെയാണ്. അതുമാത്രമല്ല, മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശേഷിയില്ല, സാധാരണക്കാരായവരാണ് തന്നോടൊപ്പം ഉള്ളത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നിരാശയുടെ വാക്കുകളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ വലിയ വിപ്ലവാത്മകമായ പ്രസ്താവനകളുമൊക്കെയായി സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞ് അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി തുലാസിലാകുന്ന ഒരു സാഹചര്യവും സത്യാവസ്ഥയും PV അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നൊരു ആശങ്കയാണ് അദ്ദേഹത്തിന് മുൻപിൽ ഉള്ളത്. അതുതന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് പങ്കുവച്ചത്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് വരുമ്പോൾ താൻ അത്യാവശ്യം തൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, അത്തരത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതെല്ലാം
തന്നെ തകിടം മറിഞ്ഞത്, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നഷ്ടപ്പെടുത്തിയത്. ഇപ്പോഴും ED തൻ്റെ പുറകെ ഉണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് തൻ്റെ പുറകെ ഉണ്ട്. നിരവധി കേസുകൾ തനിക്കെതിരായി റവന്യൂ കേസുകൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസവും താൻ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം കാരണം താൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എന്നാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. PV അൻവറിന് മുൻപിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. കാരണം അദ്ദേഹം LDF-ൽ നിന്നും വിട്ടുവന്ന്, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് LDF-ൽ നിന്ന് വിട്ടുവന്നത്. പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനവുമായി LDF വിട്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ഒരു വഴി UDF പ്രവേശനമായിരുന്നു. UDF പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം പല വഴികളും ആദ്യഘട്ടത്തിൽ തന്നെ തേടിയിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്നപ്പോഴാണ് DMK എന്ന ഒരു സംഘടന രൂപീകരിച്ചത്. ആദ്യം തമിഴ്നാട്ടിൽ ചെന്ന, പിന്നീട് തമിഴ്നാട്ടിലെ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം ബംഗാളിലെത്തി. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളുമായി ചർച്ച നടത്തി. പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി അദ്ദേഹം ചുമതലയേറ്റു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില പ്രധാന നേതാക്കളെ എല്ലാം തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തായാലും അതിനുശേഷം ആണ് തൃണമൂൽ കോൺഗ്രസിനെ UDF-ലേക്ക് എടുക്കണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് പല വാതിലുകളും മുട്ടി. തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് K സുധാകരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. VD സതീശനുമായും അദ്ദേഹം ആ സമയത്ത് തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പോയി അദ്ദേഹം കണ്ടു. PK കുഞ്ഞാലിക്കുട്ടിയുമായി നിരന്തരം ഫോൺ വഴിയും നേരിട്ട് പോയും എല്ലാം തന്നെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച നടത്തി. അതും മുസ്ലിം ലീഗ് വഴിയും ഈ UDF പ്രവേശനം സാധ്യമായില്ല. അതിനുശേഷം ചില സംഘടനാ സാമുദായിക നേതാക്കളുമായി ബന്ധപ്പെട്ട് അതുവഴിയുള്ള ഇടപെടൽ നടത്തി. പക്ഷേ അതും ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനം അദ്ദേഹത്തിന് ചില പ്രധാനപ്പെട്ട UDF-ലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം കാത്തുനിന്ന് ഇന്നലെ വൈകിട്ട് UDF-ന്റെ ഓൺലൈൻ യോഗം ഉണ്ടായിരുന്നു. ഓൺലൈൻ യോഗത്തിലും ഇതിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. PV അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അസോസിയേറ്റ് അംഗത്വം നൽകാം എന്നൊരു തീരുമാനം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അസോസിയേറ്റ് അംഗത്വം പോരാ, UDF-ലേക്കുള്ള ഘടകകക്ഷിയാക്കി എടുക്കണം എന്നൊരു നിർദ്ദേശമാണ് PV അൻവർ വെച്ചത്. അതല്ലാതെ മറ്റൊരു തീരുമാനത്തിനും മറ്റൊരു നിർദ്ദേശങ്ങൾക്കും താൻ വഴങ്ങില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് PV അൻവർ എടുത്തിരുന്നത്. പക്ഷേ PV അൻവർ നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ എന്തിന് UDF-ലേക്ക് എടുക്കണം എന്നൊരു തീരുമാനത്തിലാണ് UDF നേതാക്കൾ എത്തിയത്. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ UDF-ലേക്കുള്ള ഒരു പ്രവേശനം വഴിമുട്ടുകയാണ് ചെയ്തത്. ഇന്ന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇനി UDF-ലേക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ആയിരുന്നു മുൻപ് ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. അതെല്ലാം തന്നെ തീർത്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. UDF-ലേക്ക് പോകാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ എല്ലാം തന്നെയുള്ള കൃത്യമായ ഉത്തരം കൂടിയായിരുന്നു അല്പസമയം മുൻപ് PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം. രോഹിണി. ശിവദാസ്, നമുക്കറിയാം, പക്ഷേ PV അൻവർ പലപ്പോഴും പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തകിടം മറിയുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. വൈരുദ്ധ്യമായ വാക്കുകൾ അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ തന്നെ PV അൻവർ നടത്താറുമുണ്ട്. അതനുസരിച്ചാണല്ലോ ആദ്യം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുന്നു, പിന്നീട് നിലമ്പൂരിനെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. ഒരു പക്ഷേ അപ്പോഴും UDF പ്രവേശനം തന്നെയായിരുന്നു PV അൻവർ സ്വപ്നം കണ്ടിരുന്നത് എന്നാണ്. പക്ഷേ അവിടെയും UDF-നകത്തുള്ള ചില നേതാക്കൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, തൻ്റെ മുന്നണി പ്രവേശനം തടയുന്നത് അവരാണ് എന്നതടക്കമുള്ള പ്രസ്താവനകളുമായി വീണ്ടും മുന്നോട്ട് വരുന്നു. അപ്പോഴും പറഞ്ഞത് മുന്നണി പ്രവേശനമില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു. ഇപ്പോൾ അതെല്ലാം പാടെ മാറ്റിക്കൊണ്ടാണ് മത്സരിക്കാനില്ല, UDF-ലേക്കുമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, അല്പം നിരാശ കലർന്ന സ്വരത്തിൽ പറയുന്നുണ്ട് മത്സരിക്കാനില്ല, മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശേഷിയില്ല, പണമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പ്രസ്താവനകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രവണത PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതൊരു അന്തിമ തീരുമാനമായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ?
തീർച്ചയായും അത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ LDFിൽ നിന്നും പുറത്തു വന്നത്. പക്ഷേ അതിനു മുൻപ് പിണറായി വിജയനെതിരെ പറയുന്നതിന് തൊട്ടു മുൻപ് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനമായിരുന്നു. പക്ഷേ ആ സമയത്ത് പിണറായി വിജയന് അനുകൂലമായിട്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ താൻ ഒരു പിതാവായി കാണുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പിതാവിൻ്റെ സ്ഥാനത്താണ് പിണറായി വിജയനെ കാണുന്നത് എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് P ശശിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ എത്തിയപ്പോൾ പിണറായി വിജയൻ P ശശിയെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുത്തു. അതോടെയാണ് പിന്നീട് പിണറായി വിജയനെതിരായ ഒരു രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് PV അൻവർ കടന്നത്. അതിനുശേഷം തുടർച്ചയായി തന്നെ അത് തുടർന്നുകൊണ്ടിരുന്നു. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിൽ LDFിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എല്ലാം ശക്തമായി തന്നെ നിലപാടുകൾ എടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നു. അതായത് തുടക്കത്തിൽ എടുത്തിരുന്ന ആ നിലപാടിൽ നിന്നും മാറി പിന്നീട് പിണറായി വിജയനെതിരായ നിലപാടുകളിലേക്ക് വന്നു. പിന്നീട് CPMൽ നിന്നും അല്ലെങ്കിൽ ഇടത് പാളയത്തിൽ നിന്നും അദ്ദേഹം പുറത്താവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം UDFിൻ്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അതിനിടെ അദ്ദേഹം DMK എന്നൊരു പാർട്ടി രൂപീകരിച്ചു. അതിൽ ഉറച്ചു നിന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ പൊതുയോഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ DMK പാർട്ടി മാറി പിന്നീട് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയായിരുന്നു. അങ്ങനെ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്ത രാഷ്ട്രീയ രീതികളും എല്ലാം തന്നെ അദ്ദേഹം കൈക്കൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ UDFിലെ ചില നേതാക്കൾ ചോദ്യം ചെയ്തത്. കാരണം അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ UDF നേതാക്കൾ പിന്നീട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു നിലപാടിലേക്ക് തന്നെയായിരുന്നു. ഇതോടെയാണ് PV അൻവർ കൂടുതൽ UDFുമായി ഇടഞ്ഞത്. പക്ഷേ എന്നിട്ടും അദ്ദേഹം താൻ UDFിൽ തന്നെ ഘടകകക്ഷി ആയി എടുക്കുകയാണെങ്കിൽ, തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷി ആയി എടുക്കുകയാണെങ്കിൽ ഏത് സ്ഥാനാർത്ഥി ആണെങ്കിലും അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഈ മാറ്റം പലപ്പോഴും UDF നേതാക്കൾക്ക് വലിയ എതിർപ്പുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് VD സതീശൻ അടക്കം ഇത് തുറന്നു പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പിന്നീട് VD സതീശനെതിരായി അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചു. തിരിച്ചും അത്തരത്തിൽ UDF നേതാക്കളും അദ്ദേഹത്തിൻ്റെ ഈ PV അൻവറിൻ്റെ ഈ മാറി മറിയുന്ന നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി UDFിൻ്റെ ഭാഗമാകാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. നിലവിൽ മത്സരിക്കാനില്ല, കാരണം അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതോടൊപ്പം തന്നെ UDFിലേക്ക് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി ശിവദാസ്, PV അൻവർ UDFിലേക്കില്ല, മത്സരിക്കാനുമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. പാലക്കാട് കഞ്ചിക്കോട് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാനെത്തി. ധോണിയിൽ നിന്നുള്ള അഗസ്റ്റിൻ എന്ന ആനയാണ് എത്തിയത്. കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വനവാസി വയോധികൻ മരിച്ചിരുന്നു. ചീരക്കടവ് സ്വദേശി മല്ലനാണ് ഇന്നലെ കാട്ടാന കലിക്ക് ഇരയായത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാന എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. കഞ്ചിക്കോട് ചുള്ളിമട ഭാഗത്ത് ഇപ്പോഴും ഒറ്റയാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ ആനയെ കാട് കയറ്റുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടെയാണ് കുങ്കിയാനയെ എത്തിച്ചത്. അഗസ്ത്യൻ എന്ന കുങ്കിയാനയാണ് എത്തിച്ചത്. ഈ കുങ്കിയാനയെ ഉപയോഗിച്ചും ഒപ്പം പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ ഈ ആനയെ കാട് കയറ്റാൻ ഉള്ള ശ്രമങ്ങളിലാണ്. ഈ ചുള്ളിമടയിലെ ഒരു സ്കൂളിന് സമീപത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്ന, ആ സ്കൂളിന് സമീപത്തെ ഒരു കാടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഈ പ്രദേശത്തെ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ഒറ്റയാൻ എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തുന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വീടുകളുടെ മതിലും മറ്റും പൊളിച്ചിരുന്നു. അതുകൂടാതെ വ്യാപകമായി നെല്ലും വാഴയും അതുപോലെ തന്നെ തെങ്ങും ഒക്കെ ഉൾപ്പെടെ വിവിധ കൃഷികൾ നശിപ്പിക്കുന്നതും തുടർക്കഥയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ വലിയ പരാതിയുമായി രംഗത്തെത്തിയത്. നമ്മൾ ജനം TV ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കാരണം ഈ വനം വകുപ്പ് എത്തി പടക്കം പൊട്ടിച്ച് കാട് കയറ്റിയാലും ആന പൂർണ്ണമായും കാട്ടിൽ നിന്ന് പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് തുടർച്ചയായിട്ട് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇപ്പോൾ വനം വകുപ്പ് കുങ്കി ആനയെ ഉൾപ്പെടെ എത്തിച്ച് ഇവിടെ ഈ കാട്ടാനയെ കാടിനകത്തേക്ക് കയറ്റാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അഗസ്റ്റിൻ എന്ന ആനയെ ഉപയോഗിച്ചാണ് കാട്ടാനയെ കാട് കയറ്റാൻ ശ്രമം നടത്തുന്നത്. ഇതിന്റെ ഒരു ഈ കാട്ടാനയുടെ
പേര് നാട്ടുകാർ പറയുന്നത് അള്ളാച്ചിക്കൊമ്പൻ എന്നാണ് ഇതിന്റെ പേര്, നാട്ടുകാർ ഇട്ടിരിക്കുന്ന പേര്. അള്ളാച്ചിക്കൊമ്പൻ ഏതായാലും ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പാലക്കാട് അട്ടപ്പാടിയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു വനവാസി വയോധികന് ജീവൻ നഷ്ടമായത്. ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടെയായിരുന്നു ഈ മല്ലന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ചീരക്കടവിലെ വനമേഖലയിൽ ചേർന്നായിരുന്നു ഈ മല്ലന്റെ വീടുണ്ടായിരുന്നത്. ആ വീട്ടിൽ നിന്നും പശുവിനെ മേയ്ക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് ആനകൾ കൂട്ടമായി എത്തുകയും അതിലൊരു ആന തുമ്പിക്കൈ കൊണ്ട് മല്ലനെ തട്ടിയിടുകയുമായിരുന്നു ചെയ്തത്. ഏതായാലും ഇന്നലെ തന്നെ ഈ മല്ലനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മല്ലനെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി അരുൺ. പാലക്കാട് കഞ്ചിക്കോട് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാന എത്തി. ധോണിയിൽ നിന്നുള്ള അഗസ്റ്റിൻ എന്ന ആനയാണ് എത്തിയിരിക്കുന്നത്. കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് തുടരും. നമസ്തേ. PV അൻവർ UDF-ലേക്കില്ല, നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്നാണ് അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നമുക്ക് വിവരങ്ങൾ തേടാൻ ശിവദാസ് കൻവനം ചേരുന്നുണ്ട്. ശിവദാസ്, എന്തൊക്കെ കാര്യങ്ങളാണ് PV അൻവർ പങ്കുവയ്ക്കുന്നത്? രോഹിണി, പ്രധാനമായും PV അൻവർ പറഞ്ഞത് UDF-ലേക്ക് ഇനി താനില്ല. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി UDF-ലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി പല വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ചില സമുദായ നേതാക്കളും മുസ്ലിം ലീഗ് അടക്കമുള്ളവരും UDF പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ആരും അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ഇനി UDF-ലേക്ക് താനില്ല. ആര് ശ്രമിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, UDF പ്രവേശനം ഇനി തൻ്റെ മുന്നിൽ ഇല്ല എന്നാണ് PV അൻവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ VD സതീശനാണ്. VD സതീശൻ എന്ന ഒറ്റ വ്യക്തിയാണ് തൻ്റെ ഈ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും താൻ UDF-ലേക്കില്ല. പക്ഷേ പിണറായി സത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ ആണ് താൻ LDF-ൽ നിന്നും പുറത്തു വന്നത്. LDF-ൽ നിന്നും രാജിവെച്ച് വന്നത് പിണറായി സത്തിനെതിരായ പോരാട്ടത്തിന് വേണ്ടിയാണ്. അത് ഇനിയും താൻ തുടരും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നിലകൊണ്ടത്. അത് ഇനിയും തുടരും. അതിന് ആര് തടസ്സം നിന്നാലും തുടരും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ മത്സര രംഗത്തേക്കില്ല, നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്നും പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതി യോഗത്തിലുമെല്ലാം തന്നെ PV അൻവർ മത്സരിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ താൻ മത്സരിക്കില്ല എന്നാണ് PV അൻവർ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. കാരണം തൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, കോടികൾ വേണം മത്സരിക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. ആ മത്സരിക്കാനുള്ള ഒരു പണം പോലും തൻ്റെ കയ്യിൽ ഇല്ല എന്ന് PV അൻവർ പറയുന്നു. തൻ്റെ പണമെല്ലാം തന്നെ കൂടുതൽ തനിക്ക് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വത്തുക്കളെല്ലാം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടിയും CPM-ൽ നിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടിയും മറ്റു ജനങ്ങൾക്ക് വേണ്ടിയുമെല്ലാം തന്നെ ചിലവാക്കി കഴിഞ്ഞു. ഒരു പൊതുപ്രവർത്തനത്തിന് വേണ്ടി തൻ്റെ കയ്യിലുള്ള പണമെല്ലാം തന്നെ ചിലവാക്കി കഴിഞ്ഞു. തൻ്റെ വസ്തുക്കളെല്ലാം തന്നെ അതിനുവേണ്ടി ചിലവാക്കി കഴിഞ്ഞു. തൻ്റെ എല്ലാം ഈ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കഴിഞ്ഞു. ഇപ്പോൾ താൻ വട്ടപൂജ്യമാണ്. ഇപ്പോൾ ജപ്തി ഭീഷണിക്ക് മുന്നിലാണ് പല സ്ഥാപനങ്ങളും നിൽക്കുന്നത്. തൻ്റെ പല ബിസിനസ് സ്ഥാപനങ്ങളും നിൽക്കുന്നത് ജപ്തി ഭീഷണിക്ക് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും തൻ്റെ കയ്യിലുള്ള, കോടികൾ വേണം മത്സര രംഗത്തേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും PV അൻവർ വൈകാരികമായി തന്നെയാണ്
ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. താൻ ഇനിയും ഈ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് PV അൻവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും PV അൻവർ മത്സരിക്കുന്നില്ല, അതോടൊപ്പം തന്നെ UDF പോകുന്നില്ല, LDF നിന്നും വിട്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി PV അൻവറിൻ്റെ മുന്നിൽ എന്ത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിനുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രോഹിണി, ശിവദാസ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ PV അൻവറിന്റെ പ്രതികരണം ആ രീതിയിൽ തന്നെയായിരുന്നു. തന്നെ അപമാനിതനാക്കി ദയാവധത്തിനായി വിട്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള പ്രസ്താവനകൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് UDFിലേക്കില്ല, മുന്നണി പ്രവേശനം തടഞ്ഞത് VD സതീശൻ തന്നെയാണ്. അതുമാത്രമല്ല, മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശേഷിയില്ല, സാധാരണക്കാരായവരാണ് തന്നോടൊപ്പം ഉള്ളത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നിരാശയുടെ വാക്കുകളാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ വലിയ വിപ്ലവാത്മകമായ പ്രസ്താവനകളുമൊക്കെയായി സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞ് അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി തുലാസിലാകുന്ന ഒരു സാഹചര്യവും സത്യാവസ്ഥയും PV അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നൊരു ആശങ്കയാണ് അദ്ദേഹത്തിന് മുൻപിൽ ഉള്ളത്. അതുതന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് പങ്കുവച്ചത്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് വരുമ്പോൾ താൻ അത്യാവശ്യം തൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, അത്തരത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതെല്ലാം തന്നെ തകിടം മറിഞ്ഞത്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നഷ്ടപ്പെടുത്തിയത്. ഇപ്പോഴും ED തൻ്റെ പുറകെ ഉണ്ട്, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് തൻ്റെ പുറകെ ഉണ്ട്. നിരവധി കേസുകൾ തനിക്കെതിരായി റവന്യൂ കേസുകൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസവും താൻ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം കാരണം താൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എന്നാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. PV അൻവറിന് മുൻപിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. കാരണം അദ്ദേഹം LDFിൽ നിന്നും വിട്ടുവന്ന് പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് LDFിൽ നിന്ന് വിട്ടുവന്നത്. പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. പിണറായി വിജയനെതിരെയും LDF സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനവുമായി LDF വിട്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ഒരു വഴി UDF പ്രവേശനമായിരുന്നു. UDF പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം പല വഴികളും ആദ്യഘട്ടത്തിൽ തന്നെ തേടിയിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്നപ്പോഴാണ് DMK എന്ന ഒരു സംഘടന രൂപീകരിച്ചത്. ആദ്യം തമിഴ്നാട്ടിൽ ചെന്ന, പിന്നീട് തമിഴ്നാട്ടിലെ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം ബംഗാളിലെത്തി. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളുമായി ചർച്ച നടത്തി. പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി അദ്ദേഹം ചുമതലയേറ്റു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില പ്രധാന നേതാക്കളെ എല്ലാം തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തായാലും അതിനുശേഷം ആണ് തൃണമൂൽ കോൺഗ്രസിനെ UDFിലേക്ക് എടുക്കണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് പല വാതിലുകളും മുട്ടിയ. തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് K സുധാകരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. VD സതീശനുമായും അദ്ദേഹം ആ സമയത്ത് തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം മുസ്ലിം ലീഗുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പോയി അദ്ദേഹം കണ്ടു. PK കുഞ്ഞാലിക്കുട്ടിയുമായി നിരന്തരം ഫോൺ വഴിയും നേരിട്ട് പോയും എല്ലാം തന്നെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച നടത്തി. അതും മുസ്ലിം ലീഗ് വഴിയും ഈ UDF പ്രവേശനം സാധ്യമായില്ല. അതിനുശേഷം ചില സംഘടനാ സാമുദായിക നേതാക്കളുമായി ബന്ധപ്പെട്ട് അതുവഴിയുള്ള ഇടപെടൽ നടത്തി. പക്ഷേ അതും ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനം അദ്ദേഹത്തിന് ചില പ്രധാനപ്പെട്ട UDFിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തിന് മുൻപിൽ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം കാത്തുനിന്ന് ഇന്നലെ വൈകിട്ട് UDFിൻ്റെ ഓൺലൈൻ യോഗം ഉണ്ടായിരുന്നു. ഓൺലൈൻ യോഗത്തിലും ഇതിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. PV അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അസോസിയേറ്റ് അംഗത്വം നൽകാം എന്നൊരു തീരുമാനം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അസോസിയേറ്റ് അംഗത്വം പോരാ, UDFിലേക്കുള്ള ഘടകകക്ഷിയാക്കി എടുക്കണം എന്നൊരു നിർദ്ദേശമാണ് PV അൻവർ വെച്ചത്. അതല്ലാതെ മറ്റൊരു തീരുമാനത്തിനും മറ്റൊരു നിർദ്ദേശങ്ങൾക്കും താൻ വഴങ്ങില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ
തന്നെയാണ് പി വി അൻവർ എടുത്തിരുന്നത്. പക്ഷേ പി വി അൻവർ നിലവിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ എന്തിന് യു ഡി എഫിലേക്ക് എടുക്കണം എന്നൊരു തീരുമാനത്തിലാണ് യു ഡി എഫ് നേതാക്കൾ എത്തിയത്. അതുകൊണ്ട് തന്നെ പി വി അൻവറിൻ്റെ യു ഡി എഫിലേക്കുള്ള ഒരു പ്രവേശനം വഴിമുട്ടുകയാണ് ചെയ്തത്. ഇന്ന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇനി യു ഡി എഫിലേക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ആയിരുന്നു മുൻപ് ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. അതെല്ലാം തന്നെ തീർത്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യു ഡി എഫിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ എല്ലാം തന്നെയുള്ള കൃത്യമായ ഉത്തരം കൂടിയായിരുന്നു അല്പസമയം മുൻപ് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം. രോഹിണി. ശിവദാസ്, നമുക്കറിയാം, പക്ഷേ പി വി അൻവർ പലപ്പോഴും പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തകിടം മറിയുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. വൈരുദ്ധ്യമായ വാക്കുകൾ അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ തന്നെ പി വി അൻവർ നടത്താറുമുണ്ട്. അതനുസരിച്ചാണല്ലോ ആദ്യം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുന്നു, പിന്നീട് നിലമ്പൂരിനെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. ഒരു പക്ഷേ അപ്പോഴും യു ഡി എഫ് പ്രവേശനം തന്നെയായിരുന്നു പി വി അൻവർ സ്വപ്നം കണ്ടിരുന്നത് എന്നാണ്. പക്ഷേ അവിടെയും യു ഡി എഫിനകത്തുള്ള ചില നേതാക്കൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, തൻ്റെ മുന്നണി പ്രവേശനം തടയുന്നത് അവരാണ് എന്നതടക്കമുള്ള പ്രസ്താവനകളുമായി വീണ്ടും മുന്നോട്ട് വരുന്നു. അപ്പോഴും പറഞ്ഞത് മുന്നണി പ്രവേശനമില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു. ഇപ്പോൾ അതെല്ലാം പാടെ മാറ്റിക്കൊണ്ടാണ് മത്സരിക്കാനില്ല, യു ഡി എഫിലേക്കുമില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത്. എന്ന് മാത്രമല്ല, അല്പം നിരാശ കലർന്ന സ്വരത്തിൽ പറയുന്നുണ്ട് മത്സരിക്കാനില്ല, മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശേഷിയില്ല, പണമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പ്രസ്താവനകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രവണത പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതൊരു അന്തിമ തീരുമാനമായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? തീർച്ചയായും അതുതന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങൾ പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിൽ നിന്നും പുറത്തു വന്നത്. പക്ഷേ അതിനു മുൻപ് പിണറായി വിജയനെതിരെ പറയുന്നതിന് തൊട്ടു മുൻപ് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനമായിരുന്നു. പക്ഷേ ആ സമയത്ത് പിണറായി വിജയന് അനുകൂലമായിട്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ താൻ ഒരു പിതാവായി കാണുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പിതാവിൻ്റെ സ്ഥാനത്താണ് പിണറായി വിജയനെ കാണുന്നത് എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് പി ശശിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ എത്തിയപ്പോൾ പിണറായി വിജയൻ പി ശശിയെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുത്തു. അതോടെയാണ് പിന്നീട് പിണറായി വിജയനെതിരായ ഒരു രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് പി വി അൻവർ കടന്നത്. അതിനുശേഷം തുടർച്ചയായി തന്നെ അത് തുടർന്നുകൊണ്ടിരുന്നു. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിൽ എൽ ഡി എഫിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എല്ലാം ശക്തമായി തന്നെ നിലപാടുകൾ എടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നു. അതായത് തുടക്കത്തിൽ എടുത്തിരുന്ന ആ നിലപാടിൽ നിന്നും മാറി പിന്നീട് പിണറായി വിജയനെതിരായ നിലപാടുകളിലേക്ക് വന്നു. പിന്നീട് സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ ഇടത് പാളയത്തിൽ നിന്നും അദ്ദേഹം പുറത്താവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അതിനിടെ അദ്ദേഹം DMK എന്നൊരു പാർട്ടി രൂപീകരിച്ചു. അതിൽ ഉറച്ചു നിന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ പൊതുയോഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ DMK പാർട്ടി മാറി പിന്നീട് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയായിരുന്നു. അങ്ങനെ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്ത രാഷ്ട്രീയ രീതികളും എല്ലാം തന്നെ അദ്ദേഹം കൈക്കൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ യു ഡി എഫിലെ ചില നേതാക്കൾ ചോദ്യം ചെയ്തത്. കാരണം അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ യു ഡി എഫ് നേതാക്കൾ പിന്നീട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു നിലപാടിലേക്ക് തന്നെയായിരുന്നു. ഇതോടെയാണ് പി വി അൻവർ കൂടുതൽ യു ഡി എഫുമായി ഇടഞ്ഞത്. പക്ഷേ എന്നിട്ടും അദ്ദേഹം താൻ യു ഡി എഫിൽ തന്നെ ഘടകകക്ഷി ആയി എടുക്കുകയാണെങ്കിൽ, തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷി ആയി എടുക്കുകയാണെങ്കിൽ ഏത് സ്ഥാനാർത്ഥി ആണെങ്കിലും അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഈ മാറ്റം പലപ്പോഴും യു ഡി എഫ് നേതാക്കൾക്ക് വലിയ എതിർപ്പുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് വി ഡി സതീശൻ അടക്കം ഇത് തുറന്നു പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പിന്നീട് വി ഡി സതീശനെതിരായി അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചു. തിരിച്ചും അത്തരത്തിൽ യു ഡി എഫ് നേതാക്കളും അദ്ദേഹത്തിൻ്റെ ഈ പി വി അൻവറിൻ്റെ ഈ മാറി മറിയുന്ന നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി യു ഡി എഫിൻ്റെ ഭാഗമാകാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. നിലവിൽ മത്സരിക്കാനില്ല, കാരണം അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതോടൊപ്പം തന്നെ യു ഡി എഫിലേക്ക് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി ശിവദാസ്, പി വി അൻവർ യു ഡി എഫിലേക്കില്ല, മത്സരിക്കാനുമില്ല
എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. പാലക്കാട് കഞ്ചിക്കോട് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാന എത്തി. ധോണിയിൽ നിന്നുള്ള അഗസ്റ്റിൻ എന്ന ആനയാണ് എത്തിയത്. കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വനവാസി വയോധികൻ മരിച്ചിരുന്നു. ചീരക്കടവ് സ്വദേശി മല്ലനാണ് ഇന്നലെ കാട്ടാന കലിക്ക് ഇരയായത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാന എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. കഞ്ചിക്കോട് ചുള്ളിമട ഭാഗത്ത് ഇപ്പോഴും ആ ഒറ്റയാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഈ ആനയെ കാട് കയറ്റുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ ഒരു 9 മണിയോടുകൂടെയാണ് കുങ്കിയാനയെ എത്തിച്ചത്. അഗസ്ത്യൻ എന്ന കുങ്കിയാനയാണ് എത്തിച്ചത്. ഈ കുങ്കിയാനയെ ഉപയോഗിച്ചും ഒപ്പം പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ ഈ ആനയെ കാട് കയറ്റാൻ ഉള്ള ശ്രമങ്ങളിലാണ്. ഈ ചുള്ളിമടയിലെ ഒരു സ്കൂളിന് സമീപത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്ന, ആ സ്കൂളിന് സമീപത്തെ ഒരു കാടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ഈ പ്രദേശത്തെ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി ഒറ്റയാൻ എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒറ്റയാൻ ജനവാസ മേഖലയിൽ എത്തുന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വീടുകളുടെ മതിലും മറ്റും പൊളിച്ചിരുന്നു. അതുകൂടാതെ വ്യാപകമായി നെല്ലും വാഴയും അതുപോലെ തന്നെ തെങ്ങും ഒക്കെ ഉൾപ്പെടെ വിവിധ കൃഷികൾ നശിപ്പിക്കുന്നതും തുടർക്കഥയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ വലിയ പരാതിയുമായി രംഗത്തെത്തിയത്. നമ്മൾ ജനം TV ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കാരണം ഈ വനം വകുപ്പ് എത്തി പടക്കം പൊട്ടിച്ച് കാട് കയറ്റിയാലും ആന പൂർണ്ണമായും കാട്ടിൽ നിന്ന് പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് തുടർച്ചയായിട്ട് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇപ്പോൾ വനം വകുപ്പ് കുങ്കി ആനയെ ഉൾപ്പെടെ എത്തിച്ച് ഇവിടെ ഈ കാട്ടാനയെ കാടിനകത്തേക്ക് കയറ്റാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അഗസ്റ്റിൻ എന്ന ആനയെ ഉപയോഗിച്ചാണ് കാട്ടാനയെ കാട് കയറ്റാൻ ശ്രമം നടത്തുന്നത്. ഇതിന്റെ ഒരു ഈ കാട്ടാനയുടെ പേര് നാട്ടുകാർ പറയുന്നത് അള്ളാച്ചിക്കൊമ്പൻ എന്നാണ് ഇതിന്റെ പേര്. നാട്ടുകാർ ഇട്ടിരിക്കുന്ന പേര് അള്ളാച്ചിക്കൊമ്പൻ. ഏതായാലും ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പാലക്കാട് അട്ടപ്പാടിയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു വനവാസി വയോധികന് ജീവൻ നഷ്ടമായത്. ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടെയായിരുന്നു ഈ മല്ലന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ചീരക്കടവിലെ വനമേഖലയിൽ ചേർന്നായിരുന്നു ഈ മല്ലന്റെ വീടുണ്ടായിരുന്നത്. ആ വീട്ടിൽ നിന്നും പശുവിനെ മേയ്ക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് ആനകൾ കൂട്ടമായി എത്തുകയും അതിലൊരു ആന തുമ്പിക്കൈ കൊണ്ട് മല്ലനെ തട്ടിയിടുകയുമായിരുന്നു ചെയ്തത്. ഏതായാലും ഇന്നലെ തന്നെ ഈ മല്ലനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മല്ലനെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ശരി അരുൺ. പാലക്കാട് കഞ്ചിക്കോട് ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ കുങ്കിയാന എത്തി. ധോണിയിൽ നിന്നുള്ള അഗസ്റ്റിൻ എന്ന ആനയാണ് എത്തിയിരിക്കുന്നത്. കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് തുടരും. നമസ്തേ.